ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഉത്സവത്തിൻ്റെ 5ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രി പരിപാടി കാണാൻ പോയിട്ടുണ്ടായിരുന്നേ. കുറേ നാൾക്ക് ശേഷം പോയതാണ്. രാത്രി പരിപാടി വരുമ്പോൾ അങ്ങനെ കാണാൻ പോകുന്ന പതിവില്ല, എന്നാലും നമ്മളിന്ന് പോയി. പക്ഷേ അത് നമുക്ക് നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പാലാപ്പള്ളിയൊക്കെ പാടിയിട്ടുണ്ടായിരുന്ന അതുലിൻ്റെയും ടീമിൻ്റെയും പ്രോഗ്രാം ആയിരുന്നേ. നിറച്ചാളുണ്ടായിരുന്നു, നമുക്ക് നിൽക്കാൻ കൂടി സ്ഥലം ഉണ്ടായിരുന്നില്ല. നമ്മൾ ബാക്കിലായിരുന്നേ നിന്നിരുന്നത്. അതുകൊണ്ട് എനിക്ക് വിഷ്വൽസ് ഒന്നും കറക്റ്റായിട്ട് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇടയ്ക്ക് അവിടെ ലൈറ്റ് വന്നപ്പോൾ നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. നിറച്ചാളിങ്ങനെ തിങ്ങി തിങ്ങി നിൽക്കുകയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും നല്ല വൈബിലായിരുന്നു. ഇന്നത്തെ എല്ലാ പ്രോഗ്രാംസും പട്ടാളക്കാരുടെ വകയായിരുന്നു കേട്ടോ. അപ്പോൾ പട്ടാളക്കാർ സ്പോൺസേർഡ് പ്രോഗ്രാംസ് ആയിരുന്നു ഇന്ന് നടന്നത് ഫുള്ള്. അത് കഴിഞ്ഞൊരു അടിപൊളി വെടിക്കെട്ടോടുകൂടി ഇന്നത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവരുടെ പ്രോഗ്രാം കാണുന്നത്. നല്ല പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. നല്ല വൈബുള്ള, നല്ലപോലെ ഡാൻസൊക്കെ കളിച്ച് എല്ലാവരും സന്തോഷിച്ചൊക്കെ പോകണം ഞാൻ കണ്ടു. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് വിശന്നു, നമ്മൾ നേരെ ബജി കടയിലോട്ട് വിട്ടു. അവിടെ കോളിഫ്ലവർ വറുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല രസമുണ്ട് കാണാൻ. നിങ്ങൾക്ക് കോളിഫ്ലവർ ആണോ ഇഷ്ടം അതോ മുളക് ബജിയാണോ ഇഷ്ടം? അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പം എന്നെ കളിയാക്കി. ചേട്ടന്മാരുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കളിയാക്കുമല്ലോ. ഇവള് വലിയ യൂട്യൂബറാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആ ചേട്ടൻ പറഞ്ഞു, മോളെന്നാൽ സൂപ്പറായിട്ട് എടുത്തോ, എൻ്റെ കടയൊക്കെ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് കടയൊക്കെ ചുമ്മാ എടുത്ത്. പിന്നെ അതിനിടയ്ക്ക് അവിടെ ഒരു അടി ഉണ്ടായി ഗൈസ്. അതാണ് ഈ പോലീസ് വണ്ടി പോകുന്നത്. പെട്ടെന്നായിരുന്നു അടി ഉണ്ടായത്. പെട്ടെന്ന് തന്നെ അവരത് ക്ലിയറാക്കി. പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ടോ. ഹായ്. വലിയ അടിയൊന്നും നടക്കാൻ സമ്മതിക്കത്തില്ല. പോലീസുകാർ അപ്പോഴും അതങ്ങ് ചെറിയ അടിയാക്കി ഒതുക്കി തീർക്കുന്നതാണ് പതിവ്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ആളൊക്കെ കുറഞ്ഞു കേട്ടോ. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12 മണിയൊക്കെ ആയി കഴിഞ്ഞ് കാണുമായിരിക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഞങ്ങൾ ലേറ്റായിട്ടായിരുന്നു വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സാധനം ഇതിനിടയ്ക്കൂടെ ഞാൻ പോയിട്ട് കുറച്ച് മിന്നുന്ന ബലൂണിൻ്റെയും കുറച്ച് കൃഷ്ണന്മാരുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു വിഗ്രഹത്തിനൊക്കെ ഒരു 300 രൂപ റേഞ്ച് ആയിരുന്നു തോന്നുന്നു അവർ പറഞ്ഞത്. തിന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ദാഹിക്കും. അപ്പം നമ്മൾ നേരെ കുലുക്കി സർബത്ത് കടയിലോട്ട് പോയി. അവിടെ എല്ലാവർക്കും ഓരോ ഫ്ലേവർ ഉണ്ടായിരുന്നു. ഒന്നുമില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ ഫേവറേറ്റ് ഗ്രീൻ ആപ്പിൾ ആയിരുന്നേ. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ മാംഗോ ടേസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷേ അതിന് ഭയങ്കര മധുരമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അടയ്ക്കാൻ പോകുന്നുണ്ട്. നമുക്കിത് ഇതേപോലെ കവറിൽ കുറച്ച് അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും കുറച്ച് പതിയെ അങ്ങോട്ട് വീട്ടിലേക്ക് നടന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ്.